നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ബനാറസിയിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള പ്യുവർ ചന്തേരി മഹേശ്വരി സിൽക്കിൽ വന്നിട്ടുള്ള മറ്റൊരു ഡിസൈനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം യൂണീക്ക് ആയിട്ടുള്ളതാട്ടോ ഈ മഹേശ്വരി സിൽക്കിൽ വന്നിട്ടുള്ള ഡിസൈന്. നമുക്കതെല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ബനാറസിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബനാറസി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ക്രേപ്പാണ്, നല്ല ഫ്ലോയി ആണ്. അതുപോലെ തന്നെ ഇതിലോട്ടുള്ള ബനാറസി ആ വീവിങ് ആണെങ്കിലും വളരെ സറ്റിലാണ്. ഫ്രണ്ട് പോർഷനിലോട്ട് ചെറിയ മോട്ടീവ് പാറ്റേണിലുള്ള രീതിയിലുള്ള വീവിങ് ആണ് വന്നേക്കുന്നത്. വീനെക്കാണ്, അതിലേക്ക് സ്കാലപ്പിംഗ് എംബ്രോയിഡറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബനാറസി വീവിങ് ഒരു ബോർഡർ പോലെ വന്നിട്ട് അതും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി, അതിന്റെ കൂടെ തന്നെ ഹാൻഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിന്റെ നെക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിലേക്ക് ബോർഡർ ഉണ്ട്. സ്ലീവ്സിന് അഡീഷണൽ ആയിട്ട് ഫാബ്രിക്കും ഉണ്ട്. അത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ കൊടുത്തേക്കുന്ന രീതിയിലാണ്. ഈ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഒലീവ് ഗ്രീനും മോസ് ഗ്രീൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ദുപ്പട്ട ഉണ്ട്, അതും ആ ഒരു സെയിം ഫാബ്രിക്കിലോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ആ സ്കാറ്റേർഡ് ആയിട്ടുള്ള മോട്ടീവ്സും ബോർഡർ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ബോട്ടം എല്ലാത്തിനെയും പെയർ ചെയ്യുന്നത് ഷാൻറ്റൂണിലുമാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു റെഡിഷ് മെറൂൺ ടോണിലോട്ടാണ്. ടേമറിക് യെല്ലോ ഷെയ്ഡിലോട്ടാണ് അടുത്ത് വന്നിട്ടുള്ളത്. നാലാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ടോണിലോട്ടാണ്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഡീപ്പ് വൈൻ കളറിലുമാണ്. പ്യുവർ മഹേശ്വരി സിൽക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് അത് വന്നിട്ടുള്ളത്. ഒരു ഡിഫറെൻറ്റ് യൂണീക്ക് പാറ്റേൺ ആണ്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു ഫ്ലോറൽ പെയിന്റിംഗ് പാറ്റേൺ ഇതുപോലെ വൺ സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് എല്ലാം പിന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ട വരുന്നതും മഹേശ്വരി സിൽക്കിൽ തന്നെയാണ്. അതും ഇതേ പാറ്റേണിലുള്ള ഒരു ഡിസൈൻ ആണ് ഈവൻ ദുപ്പട്ടയിലോട്ടും വന്നിട്ടുള്ളത്. ഇതുപോലെ വൺ സൈഡ് ഇതുപോലെ അൺഈവൻ ആയിട്ട് ഒന്ന് കയറി കിടന്നിട്ട് താഴേക്ക് അങ്ങനെ പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. രണ്ട് സൈഡിലോട്ടും ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ ടോണിലോട്ട് വന്നിട്ട് ഷാൻറ്റൂണിലാണ് പെയർ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ കണ്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് പീച്ച് ടോണിലോട്ട് ഡീപ്പ് പീച്ച് ടോണിലോട്ട് വന്നിട്ട് അതിലേക്കൊരു ബ്ലൂയിഷ് ഗ്രേ കളർ കോമ്പിനേഷനൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ മഹേശ്വരി സിൽക്കിൽ തന്നെയാണ് വരുന്നത്. ഒരു ചാർക്കോൾ ഗ്രേ ടോണിലോട്ട് താഴോട്ടാണ് ഇതിൻ്റെ ആ ഒരു ഹാൻഡ് പെയിൻറ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയിൽ കണ്ടു ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. ഒരു റെഡിഷ് മെറൂൺ കളർ കോമ്പിനേഷനും ഗ്രീനും ഒക്കെയാണ് വരുന്നത്.